ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നുള്ള ചാപ്റ്ററിലെ ഗ്രൂപ്പ് 15ഉം ഗ്രൂപ്പ് 16ഉം കഴിഞ്ഞു. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രൂപ്പ് 17 എലമെൻറ്റ്സ് ആണ്. ഗ്രൂപ്പ് 17 എലമെൻറ്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാലജൻ ഫാമിലി. ഗ്രൂപ്പ് 17 എലമെൻറ്റ്സ് ആർ കോൾഡ് ഹാലജൻ ഫാമിലി. ആരൊക്കെയാണ് ഗ്രൂപ്പ് 17 എലമെൻറ്റുകൾ നോക്കാം. ആരൊക്കെയാണ് ഗ്രൂപ്പ് 17 എലമെൻറ്റുകൾ? ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ആൻഡ് അസ്റ്റാറ്റിൻ. പക്ഷെ അതിൽ ഈ ആദ്യത്തെ 4 എലമെൻറ്റുകളുടെ അതേ സ്വഭാവം പലപ്പോഴും അസ്റ്റാറ്റിൻ കാണിക്കാത്തത് കൊണ്ട് അവരെ നമ്മൾ ഹാലജനുകൾ ഡിസ്കസ് ചെയ്യുന്ന ഭാഗത്ത് പറയാറില്ല. അപ്പോൾ പ്രധാനപ്പെട്ട 4 ഹാലജനുകളായിട്ട് നമുക്ക് ഏത് കൊടുക്കാം? ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഹാലജനുകളുടെ ഒക്കറൻസ് എങ്ങനെയാണ്, ഹാലജനുകൾ ഏത് രൂപത്തിലാണ് സാധാരണ നമുക്ക് കിട്ടുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഫ്ലോറിൻ്റെ കേസ് നോക്കാം. ഒക്കറൻസ് ഓഫ് ഹാലജൻ. അതിൽ നമ്മൾ ഫ്ലോറിൻ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഫ്ലോറിൻ ഈസ് പ്രസൻറ്റ് ആസ് ഇൻസോലുബിൾ ഫ്ലോറൈഡ്സ്. ഫ്ലോറിൻ പ്രസൻ്റ് ആവുന്നത് എങ്ങനെയാണ്? ഇൻസോലുബിൾ ഫ്ലോറൈഡ്സ് ആയിട്ടാണ്, ഇൻസോലുബിളായ ഫ്ലോറൈറ്റുകളായിട്ടാണ് ഫ്ലോറിൻ പ്രസൻ്റ് ആവുന്നത്. ഏതുപോലെ? ഫ്ലോർസ്പാർ, ഒരു കോമ്പൗണ്ടാണ് ഫ്ലോർസ്പാർ, അതായത് കാൽഷ്യം ഫ്ലോറൈഡ്, ഫ്ലോർസ്പാർ, ദാറ്റ് ഈസ് CaF2. ഫ്ലോർസ്പാർ, കാൽഷ്യം ഫ്ലോറൈഡ്, അതേപോലെ ക്രയോലൈറ്റ്, ഫ്ലോറപ്പറ്റൈറ്റ്, ഈ ഫോമിലൊക്കെയുള്ള ഫ്ലോറൈറ്റുകളായിട്ടാണ് ഫ്ലോറിൻ സാധാരണ കാണപ്പെടുക. കാൽഷ്യം ഫ്ലോറൈഡ്, ഫ്ലോർസ്പാർ, അതേപോലെ ക്രയോലൈറ്റ്, ഫ്ലോറപ്പറ്റൈറ്റ്, ഫ്ലോറപ്പറ്റൈറ്റ്, ഈ രൂപത്തിലൊക്കെയാണ് ഫ്ലോറിൻ സാധാരണയായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ളത്. ദെൻ ഫ്ലോറിൻ ആൾസോ പ്രസൻറ്റ് ഇൻ സോയിൽസ്, റിവേഴ്സ്, ബോൺസ് ആൻഡ് ടീത്ത് ഓഫ് അനിമൽസ്. ഫ്ലോറിൻ എവിടെ ഉണ്ട്? സോയിൽ, റിവർ, അതേപോലെ ബോണ്, ടീത്ത്, ഇവിടൊക്കെ ഫ്ലോറിൻ അടങ്ങിയിട്ടുണ്ട്. പിന്നെ സീ വാട്ടർ കണ്ടെയ്ൻ ക്ലോറൈഡ്, ബ്രോമൈഡ് ആൻഡ് അയഡൈഡ് ഓഫ് സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം ആൻഡ് കാൽഷ്യം. അല്ലേ, സീ വാട്ടറിൽ, കടൽ വെള്ളത്തിൽ എന്തൊക്കെയുണ്ട്? ക്ലോറൈഡ്, ബ്രോമൈഡ് ആൻഡ് അയഡൈഡ്. ഏതിൻ്റെയൊക്കെ? സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം. സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം ആൻഡ് കാൽഷ്യം. ഇവരുടെ ക്ലോറൈഡുകളും ബ്രോമൈഡുകളും അയഡൈഡുകളൊക്കെ ഏതിലുണ്ട്? സീ വാട്ടറിലുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യും? ക്ലോറൈഡും ബ്രോമൈഡും അയഡൈഡൊക്കെ കിട്ടും. പിന്നെ ക്ലോറിൻ ആൾസോ പ്രസൻറ്റ് ഇൻ സോഡിയം ക്ലോറൈഡ്. അല്ലേ, ക്ലോറിൻ പിന്നെ എവിടെ ഉണ്ടാവും? സോഡിയം ക്ലോറൈഡിലുണ്ട്. അതേപോലെ കാർണലൈറ്റ് എന്നുള്ള കോമ്പൗണ്ട് ഉണ്ട്. കാർണലൈറ്റ് എന്ന് പറഞ്ഞാൽ കാർണലൈറ്റിൻ്റെ ഫോർമുല എങ്ങനെയാണ്? KCl MgCl2 6H2O. KCl MgCl2 6H2O, ഇതാണ് കാർണലൈറ്റ്. അപ്പോൾ കാർണലൈറ്റ് ആയിട്ട് എന്ത് ചെയ്യും? കാർണലൈറ്റിൻ്റെ ഫോമിൽ നമുക്ക് ക്ലോറിൻ പ്രസൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ സീവീഡ്സ് കണ്ടെയ്ൻ അപ് ടു 0.5% അയഡിൻ, 0.5% അയഡിൻ. അതേപോലെ ചില്ലി സാൾട്ട് പീറ്റർ കണ്ടെയ്ൻ അപ് ടു 0.2% സോഡിയം അയഡൈറ്റ്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട നമ്മൾ ഒക്കറൻസുകളൊക്കെ നോക്കുമ്പോൾ ഫ്ലോറിൻ അധികവും ഫ്ലോറൈറ്റുകളായിട്ട് കാണപ്പെടും. പിന്നെ സീ വാട്ടറിൽ ആരുണ്ട്? ക്ലോറൈഡ്, ബ്രോമൈഡ്, അയഡൈഡ് ഒക്കെ സീ വാട്ടറിലുണ്ട്. പിന്നെ ഫ്ലോറിൻ ആൾസോ പ്രസൻറ്റ് ഇൻ സോയിൽസ്, ബോൺസ്, ടീത്ത് ആൻഡ് ഏതൊക്കെയാണ് പറഞ്ഞത്? സോയിൽ, റിവർ, ബോൺ ആൻഡ് ടീത്ത്. ഇതാണ് ഒക്കറൻസ് ഓഫ് ഹാലജൻ എന്നുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ദെൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലജൻ.
ഹാലജൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ 2 ഹാലജൻ, അത് ഫ്ലോറിനും ക്ലോറിനും, ഇത് രണ്ടും കാണപ്പെടുന്നത് ഗ്യാസിയസ് സ്റ്റേറ്റിലാണ്. ഫ്ലോറിൻ ആൻഡ് ക്ലോറിൻ ആർ ഇൻ ഗ്യാസിയസ് സ്റ്റേറ്റ്. ബ്രോമിൻ ഇസ് എ ലിക്വിഡ്. ബ്രോമിൻ ലിക്വിഡാണ്. അയഡിൻ ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടുക? സോളിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നു. അയഡിൻ ഇൻ സോളിഡ് സ്റ്റേറ്റ്. ആ ഫ്ലോറിനും ക്ലോറിനും ഗ്യാസിയസ് സ്റ്റേറ്റിലാണ്. ബ്രോമിൻ ലിക്വിഡാണ്. അയഡിൻ സോളിഡാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് റെഡിലി ഇൻക്രീസസ് വിത്ത് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ കൂടുമ്പോൾ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടുന്നു. അതായത് അറ്റോമിക് നമ്പർ എപ്പോഴാണ് കൂടുക? താഴേക്ക് വരുമ്പോൾ അറ്റോമിക് നമ്പർ കൂടില്ലേ? അപ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. എപ്പോൾ? ഡൗൺ ദ ഗ്രൂപ്പ് താഴേക്ക് വരുമ്പോൾ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ്. പിന്നെ ഹാലജൻസ് ആർ കളേഡ്. ഈ ഹാലജനുകളൊക്കെ എന്താണ്? കളേഡ് ആണ്. ഹാലജൻസ് ആർ കളേഡ്. ഹാലജൻസ് ആർ കളേഡ്. ഫ്ലോറിൻ ആൻഡ് ക്ലോറിൻ റിയാക്ട് വിത്ത് വാട്ടർ. ഫ്ലോറിനും ക്ലോറിനും വാട്ടറുമായിട്ട് എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് റിയാക്ഷൻ നടക്കും. ഫ്ലോറിൻ ആൻഡ് ക്ലോറിൻ റിയാക്ട് വിത്ത് വാട്ടർ. ഫ്ലോറിനും ക്ലോറിനും എന്ത് ചെയ്യും? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. ബ്രോമിൻ ആൻഡ് അയഡിൻ ആർ ഓൺലി സ്പാരിംഗ്ലി സോലുബിൾ ഇൻ വാട്ടർ. ബ്രോമിനും അയഡിനും സ്പാരിംഗ്ലി സോലുബിൾ ഇൻ വാട്ടർ. എന്താ സ്പാരിംഗ്ലി സോലുബിൾ എന്ന് പറഞ്ഞാൽ? കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യൂല. അതാണ് സ്പാരിംഗ്ലി സോലുബിൾ. ബ്രോമിൻ ആൻഡ് അയഡിൻ ആർ സ്പാരിംഗ്ലി സോലുബിൾ ഇൻ വാട്ടർ ബട്ട് സോലുബിൾ ഇൻ ഓർഗാനിക് സോൾവൻസ്. വാട്ടറിൽ അതിൻ്റെ സോലുബിലിറ്റി കുറവാണെങ്കിലും ഓർഗാനിക് സോൾവൻറ്റുകൾ, ഇപ്പോൾ സപ്പോസ് CHCl3 അല്ലേ, ക്ലോറോഫോം, അതേപോലെ തന്നെ കാർബൺ ഡൈസൾഫൈഡ്, പിന്നെ ഹൈഡ്രോ കാർബൺസ് തുടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ടുകളിലൊക്കെ ഇതെന്ത് ചെയ്യുന്നുണ്ട്? അത്തരത്തിലുള്ള സോൾവെൻറ്റുകളിലൊക്കെ ഈ ബ്രോമിനും അയഡിനും നന്നായിട്ട് ഡിസോൾവ് ചെയ്യും. വാട്ടറിൽ അതിൻ്റെ സോലുബിലിറ്റി കുറച്ച് കുറവാണ്. പിന്നെ നമുക്ക് അടുത്തൊരു പോയിന്റ് നോക്കാനുള്ളത് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയുടെ ഓർഡറാണ്. ഈ ഹാലജൻ്റെ കേസിലെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയുടെ ഓർഡർ നോക്കാം. ഏറ്റവും കൂടുതൽ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കാണിക്കുക ക്ലോറിൻ്റെ കേസാണ്. Cl2 അല്ലെ, ഡയാറ്റോമിക് മോളിക്യൂളായിട്ടാണ് കാണുക. അപ്പോൾ Cl ക്ലോറൈഡ്. അതിനേക്കാളും ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഒന്ന് കുറയുക ബ്രോമൈഡ്. അതിനേക്കാളും കുറവ് അയഡൈഡ്. ഇതാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയുടെ ഓർഡർ. ക്ലോറൈഡ് ഗ്രേറ്റർ ദാൻ ബ്രോമൈഡ് ഗ്രേറ്റർ ദാൻ അയഡൈഡ്. ഇത്രയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലജൻ എന്നുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടത്. ഇനി നമുക്ക് ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹാലജൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? സോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹാലജൻ. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഹാലജനുകളൊക്കെ പൊതുവായിട്ട് കാണിക്കുന്ന ഓക്സിഡേഷൻ നമ്പർ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? ജനറലി ഇവർക്ക് കാണിക്കാൻ പറ്റുന്ന ഒന്ന് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഹാലജനുകളാണ്, അതുകൊണ്ട് അവർ കോമൺ ആയിട്ട് കാണിക്കുന്ന ഒന്ന് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലോറിൻ ബ്രോമിൻ അയഡിൻ, അത് ഫ്ലോറിൻ ഒഴികെ. ഫ്ലോറിൻ -1 ഓക്സിഡേഷൻ നമ്പർ മാത്രമേ കാണിക്കുള്ളൂ. ക്ലോറിൻ ബ്രോമിൻ ആൻഡ് അയഡിൻ ഇവരേതൊക്കെ കാണിക്കും? +1 +3 +5 ആൻഡ് +7. ഈ മൂന്നാൾക്കാർ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ ഏതൊക്കെ കാണിക്കും? +1 +3 +5 +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. ഫ്ലോറിൻ എപ്പോഴും -1 മാത്രമാണ്. പിന്നെ ഒപ്പം വരുന്ന എലമെൻറ്റുകൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ക്ലോറിൻ ബ്രോമിൻ അയഡിൻ എന്നവർക്ക് +1 +3 +5 +7 ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതൊക്കെ വരാൻ നോക്കി. പിന്നെ നമ്മളുടെ അടുത്തൊരു കെമിക്കൽ റിയാക്ഷനിൽ പ്രധാനപ്പെട്ട് പറയാനുള്ളത് ഹാലജൻസ് ആർ ഹൈലി റിയാക്റ്റീവ്. ഹാലജനുകൾക്ക് റിയാക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. കാരണം ഒരു ഇലക്ട്രോൺ കിട്ടിക്കഴിഞ്ഞാൽ ഇവരൊക്കെ എന്താവും, സ്റ്റേബിളാവും. അപ്പോൾ ആ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി എത്ര റിയാക്ഷൻ നടക്കാനും ഇവർ തയ്യാറാണ്. സോ ഹാലജൻസ് ആർ ഹൈലി റിയാക്റ്റീവ്. ദേ റിയാക്ട് വിത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽ ടു ഫോം ഹാലൈഡ്സ്. ഹാലജനുകൾ മെറ്റലുകളുമായിട്ട് റിയാക്ട് ചെയ്യും, നോൺ മെറ്റലുകളുമായിട്ടും റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്താ ഫോം ചെയ്യുക, അതിൻ്റെ ഹാലൈഡുകൾ ഫോം ചെയ്യും. ദ റിയാക്ട് വിത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ടു ഫോം ഹാലൈഡ്സ്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് റിയാക്ടിവിറ്റി ഡിക്രീസസ്. റിയാക്ടിവിറ്റി ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഹാലജനുകളുടെ കേസിൽ റിയാക്ടിവിറ്റി ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. ഡൗൺ ദ ഗ്രൂപ്പ് എന്താ സംഭവിക്കുക, റിയാക്ടിവിറ്റി കുറയുന്നു. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഫ്ലോറിൻ അല്ല, ഡയാറ്റോമിക് മോളിക്യൂളാണ് ഇവരൊക്കെ. അപ്പോൾ നമ്മളവിടെ ഫ്ലോറിൻ എടുക്കുക, F2, ഫ്ലോറിൻ്റെ മോളിക്യൂൾ F2. ഈ F2 എന്നുള്ളതാണ് ഈ കൂട്ടത്തിലെ സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ്, സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. F2 ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. F2 ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. പിന്നെ നമ്മൾ അതിൻ്റെ റിയാക്ഷൻ പറയുമ്പോൾ ഹാലജൻ ഓക്സൈഡ്സ് ഹാലജൻ ഇത് ഓക്സിഡൈസിങ് ഏജൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ദാറ്റ് ഓക്സിഡൈസസ് ഹാലൈഡ് അയോൺസ് ഓഫ് ഹയർ അറ്റോമിക് നമ്പർ. ഹയർ അറ്റോമിക് നമ്പറുള്ള ഹാലൈഡ് അയോണുകളെ ഈ ഹാലജൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിഡേഷൻ നടത്തുന്നുണ്ട്. എങ്ങനെയാണ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഹയർ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാലേ ഫ്ലോറിൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, ക്ലോറിന് ഓക്സിഡേഷൻ നടത്താം. അല്ലാതെ ക്ലോറിൻ വെച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്ലോറിന് ഓക്സിഡേഷൻ നടത്താൻ പറ്റില്ല. അതാണ് ഹയർ ഓക്സിഡേഷൻ നമ്പറുള്ള ഹാലൈഡുകളെ എന്ത് ചെയ്യാം, ഓക്സിഡേഷൻ നടത്താൻ മറ്റു ഹാലജനുകളെ ഉപയോഗിക്കാം. നമുക്ക് എക്സാമ്പിളിലൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ സപ്പോസ് F2 പ്ലസ് 2Cl മൈനസ്, F2 പ്ലസ് 2Cl മൈനസ് ഗീവ്സ് എന്താ റിയാക്ഷൻ നടന്നാൽ കിട്ടുക, 2F മൈനസ് പ്ലസ് Cl2, 2F മൈനസ് പ്ലസ് Cl2, 2F മൈനസ് പ്ലസ് Cl2 എന്നുള്ളത് കിട്ടും. അപ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഇവിടെ F2 എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്, 0. ഇവിടെയോ -1 അല്ലേ, ഇവിടെ 0, ഇവിടെ വരുമ്പോൾ എന്തായി -1 ആയിട്ട് മാറി. അപ്പോൾ 0 -1 ആവുക എന്ന് പറഞ്ഞാൽ ഏതാ റിയാക്ഷൻ, റിഡക്ഷൻ നടക്കുന്ന ആൾ എന്ത് ഏജൻറ്റാണ്, ഓക്സിഡൈസിങ് ഏജൻറ്റ്. അതുകൊണ്ട് ഫ്ലോറിൻ ഇവിടെ എന്താണ്, ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ഇനി അതല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാം, ക്ലോറിൻ ഇവിടെ -1 ആണ് ചാർജ്, ഇവിടെ എത്തിയപ്പോൾ ഓക്സിഡേഷൻ നമ്പർ എത്രയായി, 0 ആയിട്ട് മാറി അല്ലേ. -1 എന്തായിട്ട് മാറി, 0 ആയിട്ട് മാറി. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ് എന്നുള്ളത് നമ്മൾ വിളിക്കുന്ന പേര് ഓക്സിഡേഷൻ എന്നാണ്. അപ്പോൾ ഈ ഓക്സിഡേഷൻ നടത്താനുള്ള ഏജൻറ്റ് ആരാണ്, F2. അതുകൊണ്ടാണ് ഹാലജനുകൾ അറ്റോമിക് നമ്പർ കൂടുതലുള്ള ഹാലൈഡ് അയോണുകളെ ഓക്സിഡേഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്. സോ ഇനി അടുത്തൊരു റിയാക്ഷൻ നോക്കാം. ഇപ്പോൾ Cl2, ക്ലോറിൻ വെച്ച് ആരൊക്കെയാണ് ഓക്സിഡേഷൻ നടത്താൻ പറ്റുള്ളൂ, ഫ്ലോറിനെ പറ്റൂല, ബ്രോമിൻ അല്ലെങ്കിൽ അയഡിൻ, കാരണം ഇതിനേക്കാളും അറ്റോമിക് നമ്പർ കൂടിയത്. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് 2Br മൈനസ് ഗീവ്സ് എന്താ കിട്ടുക, 2Cl മൈനസ് പ്ലസ് Br2, 2Cl മൈനസ് പ്ലസ് Br2. നമുക്ക് Br മൈനസ് എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ -1, ഇവിടെ വരുമ്പോഴോ 0. അപ്പോൾ ഏതാ റിയാക്ഷൻ, ഓക്സിഡേഷൻ. അപ്പോൾ ആരാ ഓക്സിഡൈസിങ് ഏജൻറ്റ്,
ക്ലോറിൻ. ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്? ക്ലോറിൻ. അപ്പോൾ ഇതാണ് അറ്റോമിക് നമ്പർ അറ്റോമിക് നമ്പർ കൂടുതലുള്ള ഹാലൈഡുകളെ ഓക്സിഡേഷൻ നടത്താൻ വേണ്ടി എന്ത് ചെയ്യും? നോർമൽ ഹാലജനുകളെ നമുക്ക് ഉപയോഗിക്കാം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത റിയാക്ഷൻ നോക്കാം. അടുത്ത റിയാക്ഷൻ ഫ്ലോറിൻ ഓക്സൈഡ്സ് വാട്ടർ ടു ഓക്സിജൻ. ഫ്ലോറിൻ എന്ത് ചെയ്യുന്നു? വാട്ടറിനെ ഓക്സിജനാക്കി മാറ്റുന്നു. ഫ്ലോറിൻ ഓക്സൈഡ്സ് വാട്ടർ ടു ഓക്സിജൻ. വാട്ടറിനെ ഓക്സിജനാക്കി മാറ്റുന്നു. ആര്? ഫ്ലോറിൻ. ജസ്റ്റ് നോക്കാം. 2F2 ഫ്ലോറിൻ 2F2 പ്ലസ് 2H2O. 2F2 plus 2H2O gives 4HF plus O2. 4HF plus O2 അല്ലേ? ഫ്ലോറിൻ എന്ത് ചെയ്യുന്നു? വാട്ടറിനെ ഓക്സിജനിലേക്ക് ഓക്സിഡൈസ് ചെയ്യുന്നു. നോക്കി, H2Oയിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? -2. O2-ലെത്തുമ്പോഴോ 0. അപ്പോൾ ഏതാ റിയാക്ഷൻ? ഓക്സിഡേഷൻ. അപ്പോൾ ആരാ ഓക്സിഡൈസിങ് ഏജൻറ്റ്? ഫ്ലോറിൻ. ആരാ ഓക്സിഡൈസിങ് ഏജൻറ്റ്? ഫ്ലോറിൻ. അതേപോലെ തന്നെ ക്ലോറിൻ ആൻഡ് ബ്രോമിൻ റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഫോം കറസ്പോണ്ടിങ് ഹൈഡ്രോഹാലിക് ആൻഡ് ഹൈപ്പോഹാലസ് ആസിഡ്. ക്ലോറിനും ബ്രോമിനൊക്കെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഹൈഡ്രോഹാലിക് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഒരു ഹാലജനും ഉണ്ടാവും. പിന്നെ ഹൈപ്പോഹാലസ് ആസിഡ്, അവിടെ ആരുണ്ടാവും? ഹൈഡ്രജൻ ഉണ്ടാവും, ഓക്സിജൻ ഉണ്ടാവും, ഹാലജൻ ഉണ്ടാവും. ഈ പ്രോഡക്റ്റുകളൊക്കെ ഫോം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ക്ലോറിൻ Cl2 പ്ലസ് H2O വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാണ്. H2O ഗീവ്സ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ ഇതിലത്തെ ഒരു Hഉം ഒരു Clഉം കൂടെ റിയാക്ട് ചെയ്ത് HCl, അതായത് ഹൈഡ്രജൻ ക്ലോറൈഡ്. അതാണ് ഹൈഡ്രോഹാലിക് എന്ന് പറയും. ഹൈഡ്രജനും ഹാലജനും ഉള്ളത്. പ്ലസ് പിന്നെ ആരാണ്ടാവുക? ഇവിടെ ഒരു ഹൈഡ്രജൻ ബാക്കിയുണ്ട്, ഒരു ഓക്സിജൻ ബാക്കിയുണ്ട്, ഒരു Cl ബാക്കിയുണ്ട്. അപ്പോൾ HOCl ഹൈപ്പോഹാലസ് ആസിഡ്. ഹൈപ്പോക്ലോറസ് ആസിഡാണിത്. ബ്രോമിൻ ആണെങ്കിൽ ഹൈപ്പോബ്രോമസ് ആസിഡ്, അങ്ങനെയാണ് പേര് വരാം. അപ്പോൾ ക്ലോറിൻ ഓർ ബ്രോമിൻ റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം ഹൈഡ്രജൻ ഹാലൈഡ് ആൻഡ് ഹൈപ്പോഹാലസ് ആസിഡ്. ഓക്കെ, പിന്നെ അയഡിൻ. റിയാക്ഷൻ ഓഫ് അയഡിൻ വിത്ത് വാട്ടർ ഈസ് നോൺ സ്പോണ്ടേനിയസ്. അയഡിനും വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ സാധാരണഗതിയിൽ നടക്കണില്ല. റിയാക്ഷൻ ഓഫ് അയഡിൻ വിത്ത് വാട്ടർ ഈസ് നോൺ സ്പോണ്ടേനിയസ്. പിന്നെ I- അയഡിൻ ക്യാൻ ബി ഓക്സിഡൈസ്ഡ് ബൈ ഓക്സിജൻ ഇൻ അസിഡിക് മീഡിയം. അയഡിൻ എന്ത് ചെയ്യാം? അസിഡിക് മീഡിയത്തിൽ ഓക്സിജൻ വെച്ച് ഓക്സിഡേഷൻ നടത്താൻ പറ്റും. എങ്ങനെ നോക്കാം? ഇപ്പോൾ അയഡിൻ 4I- അസിഡിക് മീഡിയം, പണ്ട് റിഡോക്സ് റിയാക്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. H+ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അസിഡിക് മീഡിയം, ആസിഡിൻ്റെ പ്രസൻസ് ഉണ്ടാകുമ്പോഴാണ്. ആ പ്ലസ് 4H+ ഓക്സിജൻ വെച്ച് ഓക്സിഡേഷൻ നടത്താമെന്നാണ് പറഞ്ഞത്. O2 ഗീവ്സ് കിട്ടുന്ന പ്രോഡക്റ്റുകൾ 2I2 പ്ലസ് 2H2O. 2I2 പ്ലസ് 2H2O. നോക്ക്, ഇവിടെ അയഡിൻ്റെ ചാർജ് എത്രയാണ്? -1. അയഡിൻ്റെ ചാർജ് -1. ഇവിടെ അയഡിനോ 0. അപ്പോൾ ഏതാ റിയാക്ഷൻ? ഓക്സിഡേഷൻ. അപ്പോൾ അയഡിൻ ക്യാൻ ബി ഓക്സിഡൈസ്ഡ് ബൈ ഓക്സിജൻ ഇൻ അസിഡിക് മീഡിയം. അസിഡിക് മീഡിയത്തിലാണ് അയഡിനെ ഓക്സിജൻ വെച്ച് ഓക്സിഡേഷൻ നടത്താൻ കഴിയുള്ളൂ. ഓക്കെ, പിന്നെ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ടു ഫോം ഹൈഡ്രജൻ ഹാലൈഡ്. ഫ്ലോറിൻ ആവട്ടെ, ബ്രോമിൻ, ക്ലോറിൻ, അയഡിൻ, വാട്ട് എവർ മേ ബി, ഇവരെല്ലാവരും എന്ത് ചെയ്യും? ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഹാലൈഡുകൾ ഫോം ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഫ്ലോറിൻ ആണെങ്കിൽ എന്തുണ്ടാക്കും? HF ഹൈഡ്രജൻ ഫ്ലൂറൈഡ്.
ദെൻ ഹൈഡ്രജൻ ക്ലോറൈഡ്, ഹൈഡ്രജൻ ബ്രോമൈഡ്, ഹൈഡ്രജൻ അയഡൈഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈഡ്രജൻ ഹാലൈഡുകൾ ഫോം ചെയ്യും. ഇതിൻ്റെ അസിഡിക് സ്ട്രെങ്ത് ഏത് ഓർഡറിലാണ് വരിക? അസിഡിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡർ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഭാഗത്ത് ഹൈഡ്രജൻ, പിന്നെ ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഈ ഓർഡറാണല്ലോ ഉള്ളത്. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഒരു ഭാഗത്ത് ഹൈഡ്രജൻ, HF, HCl, HBr, HI. അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് എന്ത് ചെയ്യും? കൂടും. ആറ്റത്തിൻ്റെ സൈസ് കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് എന്ത് ചെയ്യാണ്? ബോണ്ട് ലെങ്ത് കൂടും. ബോണ്ട് ലെങ്ത് ഇൻക്രീസസ്, ദെൻ ബോണ്ട് സ്ട്രെങ്ത് ഡിക്രീസസ്. ബോണ്ട് ലെങ്ത് കൂടുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ ഈ ബോണ്ട് സ്ട്രെങ്ത് കുറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ബോണ്ടിന് എന്ത് ചെയ്യാം? ഇപ്പോൾ ഇവിടെയാണ് ബോണ്ട് സ്ട്രെങ്ത് കുറയുക, വളരെ പെട്ടെന്ന് ആ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ബോണ്ട് ബ്രേക്ക് ചെയ്താൽ പെട്ടെന്ന് ഇവിടുന്ന് എന്ത് കിട്ടും? H+ അയോണ കിട്ടും. H+ അയോണ വേഗം കിട്ടുമ്പോഴാണ് നമ്മളതിന് എന്തെന്ന് വിളിക്കാറുള്ളത്? ആസിഡ് എന്ന് വിളിക്കാറുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ഇത്രയേ ഉള്ളൂ. ബോണ്ട് ലെങ്ത് കൂടുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് കുറയും, പെട്ടെന്ന് ആസിഡായിട്ട് മാറും. അപ്പോൾ ഇവിടുത്തെ അസിഡിക് സ്ട്രെങ്ത് എങ്ങനെ വരാം? അസിഡിക് സ്ട്രെങ്ത് ഏറ്റവും ബോണ്ട് ലെങ്ത് കൂടുതൽ HIക്കല്ലേ? അപ്പോൾ ഇതിന് അസിഡിക് സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ, ഇവിടെ അതിനേക്കാളും കുറവ്, ഇവിടെ ഏറ്റവും കുറവ്. അപ്പോൾ അസിഡിക് സ്ട്രെങ്ത് HF ലെസ് ദാൻ HCl ലെസ് ദാൻ HBr ലെസ് ദാൻ HI. ഇതാണ് അസിഡിക് സ്ട്രെങ്ത് വരും. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എങ്ങനെയായിരിക്കും? ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു കേസിൽ ഈ ആസിഡുകൾ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹൈഡ്രജൻ ഹാലൈഡുകൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്തായിരിക്കും? ആ ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ സപ്പോസ് HF എന്നുള്ള ബോണ്ട് അങ്ങോട്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരില്ലേ? കാരണം ഹൈഡ്രജനും ഫ്ലോറിനും ഫ്ലോറിൻ മോർ ഇലക്ട്രോനെഗറ്റീവ് എലമെൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഹൈഡ്രജനുമായിട്ട് നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ ബോണ്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഹൈ എമൗണ്ട് ഓഫ് എനർജി ഈസ് റിക്വയർഡ്. അപ്പോൾ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? HFനായിരിക്കും. ആ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയുടെ ഓർഡർ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓർഡറാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയുടെ ഓർഡർ ഈ വരച്ചിരിക്കുന്നത് എന്താണ്? അസിഡിക് സ്ട്രെങ്ത്തിൻ്റെ ഓർഡറാണ് ഈ വരച്ചിട്ടുള്ളത്. ദെൻ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയുടെ ഓർഡർ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ആ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയുടെ ഓർഡർ എന്താണ് വരിക? HF ഗ്രേറ്റർ ദാൻ HCl ഗ്രേറ്റർ ദാൻ HBr ഗ്രേറ്റർ ദാൻ HI. ഇതാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയുടെ ഓർഡർ വരാം. ഓക്കെ, ഫ്ലോറിൻ ഫ്ലോറിൻ്റെ ഹാലജൻ്റെ റിയാക്ഷനാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൽ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയുടെ ഓർഡർ നമ്മൾ പറഞ്ഞു. HF ഗ്രേറ്റർ ദാൻ HCl ഗ്രേറ്റർ ദാൻ HBr ഗ്രേറ്റർ ദാൻ HI. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത്, ദേ ഫോം മെനി ഓക്സൈഡ്സ് വിത്ത് ഓക്സിജൻ. ഹാലജനുകൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരുപാട് ഓക്സൈഡുകൾ ഉണ്ടാക്കും. ബട്ട് മോസ്റ്റ് ഓഫ് ദം ആർ അൺസ്റ്റേബിൾ. അധികം ഓക്സൈഡുകൾ എന്താണ്? അൺസ്റ്റേബിളാണ്. ഹാലജനുകൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സൈഡുകൾ ഫോം ചെയ്യും. അധികവും അൺസ്റ്റേബിൾ ഓക്സൈഡുകളാണ്. ഫ്ലോറിൻ 2 ടൈപ്പ് ഓക്സൈഡുകളാണ് ഫോം ചെയ്യുക. ഏതൊക്കെയാണത്? OF2 ആൻഡ് O2F2. ഫ്ലോറിൻ ഫോം ചെയ്യുന്ന ഓക്സൈഡ് 2 ടൈപ്പാണ്, OF2 ആൻഡ് O2F2. OF2 ആൻഡ് O2F2. പിന്നെ ഈ കൂട്ടത്തിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് OF2 ആണ്. OF2 ഈസ് തെർമലി സ്റ്റേബിൾ അറ്റ് 298 Kelvin. OF2 ഈസ് തെർമലി സ്റ്റേബിൾ അറ്റ് 298 Kelvin. പിന്നെ ഹാലജനുകൾ ദ റിയാക്ട് വിത്ത് മെറ്റൽസ് ടു ഫോം മെറ്റാലിക് ഹാലൈഡ്സ്. റിയാക്ട് വിത്ത് മെറ്റൽ ടു ഫോം മെറ്റാലിക് ഹാലൈഡ്. അവരെ അയോണിക് ക്യാരക്ടർ ഓഫ് ഹാലൈഡ്സിൻ്റെ ഓർഡർ ഓഫ് അയോണിക് ക്യാരക്ടർ ഓഫ് ഹാലൈഡ്സ് എങ്ങനെയാണ് വരിക നോക്കാം. ഇപ്പോൾ സപ്പോസ് ഇവർ സോഡിയമായിട്ടാണ് റിയാക്ട് ചെയ്യണതെങ്കിൽ ഓർഡർ ഇങ്ങനെ വരും. NaF സോഡിയം ഫ്ലൂറൈഡ്. അതിനാണ് അയോണിക് ക്യാരക്ടർ കൂടുക, കാരണം ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കൂടുകയാണ് ചെയ്യുക. ഗ്രേറ്റർ ദാൻ NaCl
greater than NaBr greater than NaI. NaF greater than NaCl greater than NaBr greater than NaI. സോഡിയം അയോഡൈഡ്. അപ്പോൾ ഇതാണ് എന്ത് അയോണിക് ക്യാരക്ടറിൻ്റെ ഓർഡർ ഇങ്ങനെയാണ് വരിക. പിന്നെ ഹാലജൻ കമ്പൈൻ എമംഗ് ദംസെൽവ്സ് ടു ഫോം ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്. ഹാലജനുകൾ തമ്മിൽ കൂടിച്ചേരും. സാധാരണ ഇപ്പോൾ Cl2F2 ഉണ്ടാവും, അതല്ല വ്യത്യസ്ത ഹാലജനുകൾ തമ്മിൽ കൂടിച്ചേരാം. ഇപ്പോൾ സപ്പോസ് ClF അതേപോലെ തന്നെ IF7 ഈ രൂപത്തിൽ ഹാലജനുകൾ തമ്മിൽ കൂടിച്ചേരാം. വ്യത്യസ്ത ഹാലജനുകൾ തമ്മിൽ കൂടിച്ചേരാം. അപ്പോൾ ലെഫ്റ്റിൽ എഴുതുന്നത് ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവുള്ളതും റൈറ്റ് സൈഡിൽ എഴുതുന്ന ഹാലജൻ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ളതായിരിക്കും. അങ്ങനെ ഹാലജനുകൾ തമ്മിൽ കൂടിച്ചേർന്നിട്ടുണ്ടാകുന്നതിനെയാണ് ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് എന്നാണ് വിളിക്കുക. ഇന്റർ ഹാലജൻ കോമ്പൗണ്ട് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്ലൂറിൻ്റെ അബ്നോർമൽ ബിഹേവിയർ. ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫ്ലൂറിന് മാത്രമുള്ള ചില പ്രത്യേകതകൾ ഉണ്ടാവും. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അബ്നോർമൽ ബിഹേവിയർ ഓഫ് ഫ്ലൂറിൻ. Abnormal behavior of fluorine. ഫ്ലൂറിൻ്റെ മാത്രം ചില പ്രത്യേകതകൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ഈ കൂട്ടത്തിൽ ഹാലജനുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്മോൾ സൈസ് ആയിരിക്കാണ് ഫ്ലൂറിനാണ്. അവ സ്മോളർ സൈസ്. സ്മോളർ സൈസ്. പിന്നെ പീരിയോഡിക് ടേബിളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവായ എലമെൻ്റ് ഏതാ? ഫ്ലൂറിൻ. അപ്പോൾ നമുക്ക് എഴുതാം ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. പിന്നെ ഫ്ലൂറിൻ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി വളരെ കുറവാണ്. HF എന്നുള്ളതല്ല പറഞ്ഞത്, F2 എന്ന് പറയുമ്പോൾ എഫ് എന്നുള്ളതിൻ്റെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി വളരെ കുറവാണ്. അപ്പോൾ ലോ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഓഫ് F2. പിന്നെ ഫസ്റ്റ് എലമെൻ്റ് ആണ്. സോ നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ. നോൺ അവൈലബിലിറ്റി ഓഫ് ഡി ഓർബിറ്റൽ. ഇതൊക്കെയാണ് ഫ്ലൂറിൻ്റെ അബ്നോർമൽ ബിഹേവിയർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സ്മോൾ സൈസ്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി, ലോ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഓഫ് F2, non availability of d orbital. Okay.